അമ്മയോ ഒരു പാട്ട് പാടിക്കാം. അല്ല നിൽക്ക. ആ ഒരു പാട്ട് പാടിക്കാം. കേൾക്കണില്ലേ? അവളെ പാട്ടിൻ്റെ സൗണ്ട് കേൾക്കില്ല. എൻ്റെ പാത്തുമാരയിൽ വരുന്നുണ്ട് കേട്ടോ മദ്രസത്ത്. എന്താ അമ്മയോ താത്ത എന്താ പറയണേ? നമ്മൾ എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് എന്താ വെച്ചാൽ മമ്മി ഇപ്പം പിന്നെ മക്കത്തേക്ക് പോവുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വന്നതാണ്. അപ്പം ഞങ്ങൾ മദ്രസ വീട്ടിലേക്ക് ഞാൻ പോകുന്നു ഗൈസ്. ഇവിടെ ഹോർലിക്സ് ഒക്കെ ഉണ്ട്, തിളപ്പിച്ച് വെച്ചിക്കണ്. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാന്നാ തോന്നുന്നു. ഞങ്ങളേ നല്ല സുഖത്തിലേനു, എന്നാലും പൊളിച്ചു. അപ്പം ഗായ്സ് ഇമ്മാൾക്കൊക്കെ ആയിക്കേറ്റ് നമ്മൾ ബിരിയാണി ചെമ്പ് കൊണ്ടുക്കാണ്. പ്ലേറ്റ് കൊണ്ടൊക്കെ വാരെടുത്ത് തിന്നണം. ജിൻകാക്കു ചോറൊക്കെ കൂത്തുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് തിന്നുകയാണ്. എല്ലാവരും കൂടി ഇന്ന് തിന്നു. ഇമ്മമാൻ്റെയും ഇപ്പപ്പാൻ്റെയും 2 ബാഗും പേരൊന്നും എഴുതില്ലേനു. അത് ഞങ്ങൾ കൂടി മൊത്തം എഴുതി. അന്ന് സോഫയ്ക്ക് കയറിയാണ്ട് കിടക്കുകയാണ്. ഇതാ ബാഗാള് കുറേ ഉണ്ട്. ബാഗാള് അപ്പോൾ ഇമ്മമ്മി പപ്പയും പോയി. അവർ എയർപോർട്ടിൽ നിന്ന് നേരെ കയറിയാണ്ട് മക്കത്തേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് മദീനത്തേക്കും പോകും. അത് കഴിഞ്ഞിട്ട് ഓല് തിരിച്ചു വരും. അപ്പം ഞങ്ങൾ ഓലെ കൊണ്ടുവരാനും പോകും. അങ്ങനെ ഓല് പോയി. ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. എനിക്കിന്ന് പരീക്ഷ ഉണ്ടോ, അതുകൊണ്ട് ഞാൻ പഠിക്കുകയാണ്. പാഠം മുഴുവൻ സത്യവിശ്വാസം. അസ്സലാമലൈക്കും. ഞാൻ പോവാണ് ഗായ്സ്. അപ്പം ഗൈസ് നമ്മൾ പരീക്ഷ കഴിഞ്ഞ് വന്നുകൊണ്ട് കുട്ടി പാർക്ക് പോവുകയാണ്. നേരെ നമ്മൾ ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഉമ്മമാനും പപ്പാനും കണ്ടാൽ പോവാണ്. നേരെ പോവുകയാണ്. അപ്പം ഗൈസ് നമ്മൾ വണ്ടി വരാൻ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ വണ്ടി കെട്ടിയ അപ്പം തന്നെ പാട്ട് പാടുന്ന പ്ലാൻ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അതാ വണ്ടി എത്തി, ഞങ്ങൾ കയറുകയാണ്. അപ്പം ഞങ്ങൾ പാട്ടൊക്കെ പാടി വണ്ടിയിലൂടെ ഇങ്ങനെ യാത്ര പോവാണ് ഗൈസ്. ഞങ്ങൾ നേരെ കുറേ വേർത്തിക്കണ്. ഞങ്ങൾ നേരെ പോവാണ് എയർപോർട്ടിക്ക്. ഇതാ വേറെ വണ്ടികളൊക്കെ ഉണ്ടേ എയർപോർട്ടിക്ക്. ഞങ്ങൾ പാട്ട് കേട്ടിട്ട് അമ്മയൊക്കെ ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് എയർപോർട്ടിൽ കയറുന്നു. ഈ എയർപോർട്ടിൽ ഞാൻ വന്നിട്ടില്ല. ഞങ്ങളിവിടെ വണ്ടി ഇറങ്ങിയാണ്ട് ഞങ്ങൾ നേരെ കൊണ്ടുപോകാൻ പോയി. ഞങ്ങൾ കുറച്ച് സമയം കാത്തുന്ന പോയിന് ഓലി വന്നു. ഈ സ്ഥലത്ത് കൂടിയാണ് മമ്മി ഇപ്പയും വന്നത്. അത് ഞാൻ കണ്ടില്ല. ഓല് പുറത്തെത്തിച്ചേ ഓലെ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ 2 വണ്ടിയിൽ ആൾക്കാരുണ്ടേനു, കുറേ ആൾക്കാർ കുത്തിത്തിരക്കേനു. പച്ച കുപ്പായിട്ടതാണ്, പച്ച മഫ്തിട്ടതാണ് മമ്മ, ചുവപ്പ് കുപ്പായിട്ടതാണ് ഇപ്പയും. പിന്നെ അവിടുത്തെ ഒരു മൂത്തമ്മ കേട്ടോ. ഞാൻ അവിടെ ഒന്നും വിമാനമൊന്നും കണ്ടില്ല.
എനിക്ക് കാണാനൊക്കെ പൂതിണ്ടേനും. എന്താ അറിയാ അങ്ങനെ ഗേൾസ് ഞങ്ങൾ വണ്ടിക്ക് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്. ഞങ്ങളെല്ലാവരും വിയർത്തൊലിച്ചാണ് കുഴങ്ങിക്കണു. നമ്മൾ കൊണ്ടുവന്നിട്ടാ ഇവിടെ ഉണ്ട് കുറച്ചൊക്കെ ഭംഗിയോ? തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോരാൻ നിന്നപ്പോൾ ആരും പാട്ട് പാടിയില്ല. എല്ലാവർക്കും ഛർദ്ദിക്കാൻ വന്നുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പാട്ട് പാടാത്ത. ഞങ്ങൾ പെട്ടികളൊക്കെ എടുത്തിക്കണം. ഞാൻ സംസവളം 2 എണ്ണം വലുതാണ്, നല്ല കനയുണ്ട്, നല്ല എടുത്തു. റാജിയും കാക്കയും പിന്നെ ജിൻകാക്കും ജിഷ്കാക്കും ഒക്കെ ഞാൻ അവിടെ ചിരിച്ചിട്ടുണ്ട്. 2 സംസവളം ഞാൻ കൊന്നു. ഇപ്പോൾ വെച്ച വെള്ള എൻ്റെ കയ്യിലൊന്നുണ്ട്. അങ്ങനെ മമ്മി ഇപ്പൊക്കെ എത്തി ഗൈസ്, പൊള്ളിച്ചു. ഞങ്ങൾ ചോറ് തിന്നാണ്. എല്ലാവർക്കും വിശന്നീനു. ചിക്കനും ബിരിയാണിയും എല്ലാതും ഉണ്ടായിരുന്നു. അന്നുവിനെ സന്തോഷിക്കണേ. മമ്മി ഇപ്പയും വന്നിട്ട് ചാടി കളിച്ചാണ് ഓള്. ഇനി ഞങ്ങൾ പെട്ടി പൊളിച്ചാണ്. പെട്ടിയിൽ എന്തൊക്കെയുള്ളതൊന്നും അറിയൂല. ഉച്ചക്ക് അതിൽ കിടന്ന് മാന്താണ്. ഈത്തപ്പഴം മുട്ടായി ഉണ്ട്. അവളെ ഞങ്ങൾ കണ്ടത് പർദ്ദയും സംസം വെള്ളം ഇനെന്താത്തൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. അമ്മുവിൻ്റെ വേണ്ടി ഒരു ഹെയർബൻഡും. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീഡിയോ അവിടെ നിർത്തുകയാണ്. ഞങ്ങൾ വീഡിയോ അവിടെ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ ടാറ്റ ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.